ജി മാറി നിൽക്ക്. നീ എങ്ങനെ അതൊന്നും നിന്നെ ആരെയും കണ്ടോ? നീ എന്ത് ചെയ്യാ ഇവിടെ? ചേ എൻ്റെ അടുത്ത് നിന്ന് മാറി. ചേ മാറി ചേ. എന്താ ചേ നിനക്ക് വട്ടാണോ? നാളെ മാരേജാ. എല്ലാം അറിഞ്ഞു വെച്ച് നീ എന്താ ചെയ്യുന്നത്? നിനക്ക് അത്ര പെട്ടെന്ന് എൻ്റെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ നിനക്ക് തോന്നുന്നുണ്ടോ? ലിയ ഫെർണാണ്ടസ് നീ എന്നെ മാത്രം മാരേജ് ചെയ്യുള്ളൂ. ബിക്കോസ് യു ആർ മൈ ഗേൾ, നോട്ട് anyone's. You're only mine, baby. Don't call me like that, Jay. I'm not your girl. I'm only my Lucas. ഇനി നീ നാളെ അവനെ കണ്ടാലേ നീ കെട്ടുള്ളൂ. എൻ്റെ മുമ്പിൽ കൂടി നീ വേറൊരാളെ കിട്ടി പോലല്ല. You're only mine. നീ എന്താ മനസ്സിലാക്കാത്തോ? എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എനിക്ക് നിന്നെ കാണുന്നതേ ഇഷ്ടമല്ല ജയ്. നമ്മൾ തമ്മിൽ ഇനി ഒന്നുമില്ല. നീ എന്നുള്ള ചാപ്റ്റർ എൻ്റെ ലൈഫിൽ നിന്ന് അല്ല, ജെയ്ഡൻ ക്രിസ്റ്റി എന്നൊരു ചാപ്റ്റർ എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ഞാൻ വായിച്ചാവുന്നു. ഇനി നിനക്കെന്താ വേണ്ടത്? എനിക്ക് ലൂക്കാസിൻ്റെ ഒപ്പം ജീവിക്കുമ്പോഴാണ്, എനിക്ക് ലൂക്കാസിൻ്റെ ഒപ്പം ഉള്ളപ്പോഴാണ് എനിക്ക് സന്തോഷം ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നീ വെറുതെ ഓരോന്നും ചെയ്യാൻ നിൽക്കരുത് ചെയ്യും. എനിക്ക് ഒരിക്കലും നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. ഇനി ഒരു പ്രാവശ്യം ഞാൻ പറ്റിക്കപ്പെട്ടു അന്നും പറഞ്ഞ് ഞാൻ എപ്പോഴും ആ തെറ്റ് വീണ്ടും ചെയ്യുമെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത് ചെയ്യും. ബിക്കോസ് എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഓക്കെ ദെൻ ഞാനെന്തായാലും തടസ്സം നിൽക്കുന്നില്ല. നിനക്ക് പറ്റുമെങ്കിൽ നീ എനിക്ക് കാണിച്ചതാ. എന്നിട്ട് നീ സംസാരിക്കും. നാളെ ആരുടെ കല്യാണം നടക്കാൻ പോണേ നമുക്ക് കണ്ടറിയാം. വെറുതെ നീ മനക്കോട്ടെ കെട്ടണ്ട. എനിക്ക് ഒരിക്കലും നിന്നെ പഴയ പോലെ കാണാൻ പറ്റില്ല. അപ്പോൾ നീ ഇങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല ജെ. എനിക്ക് ലൂക്കാസിനെ വേണം. എനിക്ക് അവൻ്റെ ഒപ്പം മാത്രം ജീവിച്ചാൽ മതി. ഹേ കൂൾ ബേബി. എല്ലാവരുടെയും ഡിസിഷൻ അങ്ങനെ ഇരിക്കാം. എല്ലാവരുടെ ഒപ്പീനിയൻ ഞാൻ മാനിക്കുന്നുണ്ട്. ബിക്കോസ് അവരോടൊപ്പം ജീവിക്കണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ഒപ്പീനിയനാണ്. അതിൽ ഞാൻ കൈ കടത്തില്ല. ബട്ട് ഞാനെപ്പോൾ നിന്നെ കണ്ടോ അന്ന് മുതൽ നീ എന്നെ മാത്രമായി കഴിഞ്ഞു. സോ എൻ്റെ കാര്യത്തിൽ നിൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ ഡിസിഷൻ എടുക്കണം. ബിക്കോസ് യു ആർ മൈൻ. എന്നെ കൊണ്ട് ഇത് വീണ്ടും പറയിപ്പിക്കലില്ല. നീ ഇവിടുന്ന് പോ. എനിക്ക് നിന്നെ കാണണ്ട. ഓക്കെ ഗോയിങ് ബേബി ഗേൾ. ഡോണ്ട് കോൾ മീ ലൈക്ക് ദാറ്റ്. ഐ എം നോട്ട് യുവർ ബേബി ഗേൾ എനി മോർ. ലിയ വാതിലോർക്ക്. എന്താണ് ശബ്ദം? ചേച്ചി പോ, ഇവിടുന്ന് പോ. ലിയ ഓപ്പൺ ദ ഡോർ. എന്തൊക്കെ എന്തോടെ ശബ്ദം കേട്ട്? ഒന്നുമില്ല, ഞാനിപ്പോൾ പാറ്റിനെ കണ്ട് വിളിച്ചതോ. ഉറപ്പാണോ? ഐ എം ഷുവർ. ഓക്കെ നാളെ നേരത്തെ നീ കിടന്നുറങ്ങിക്കോ. നാളെ നിന്നെ മാത്സ് എന്നുള്ള കാര്യം നീ മറക്കണ്ട. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Oh my little princess, you look so beautiful. Yeah mom, I know. ശരിക്കും നല്ല ഭംഗിയുണ്ടോ അമ്മ? ലൂക്കാസിനെ ഇഷ്ടപ്പെടുമോ? എൻ്റെ കൊച്ചിനെ ആർക്കാ ഇഷ്ടപ്പെടാത്ത? ആരും കണ്ണ് വെക്കാതിരിക്കട്ടെ. അമ്മ എന്ന് മുതൽ തുടങ്ങി ഇങ്ങനെ കുറേ കള്ളങ്ങൾ പറയാനായിട്ട്. എടാ പോടാ, എൻ്റെ കൊച്ചിനെ കാണാൻ നല്ല രസമുണ്ട്. നീ എന്തെങ്കിലുമൊക്കെ പറയുന്നത്? ഈ കുരുത്തം കെട്ടാൽ നമ്മൾ സഹിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ നമ്മൾ പറയണൊക്കെ സമ്മതിച്ചുള്ളൂ. അമ്മ അത് കണ്ടില്ല. നീ പൊടിയാൻ വെച്ച് നീ പൊടന്മാരെ പറ്റി. അമ്മ എൻ്റെ കർത്താവേ, രണ്ടും പോത്ത് പോലെ വളർന്നു. ഒരുത്തിൻ്റെ കല്യാണമായിരുന്നു. എന്നിട്ടും രണ്ടും തല്ലുപിടിക്കാൻ നോക്കി. അത് ഞാനും ഇച്ചാനും കൂടി സ്നേഹപ്രകടനം നടത്തിയില്ലേ അല്ലേ ഇച്ച? അതെ അതിലിപ്പോൾ നമുക്കെന്താ കാര്യം? ഇപ്പം ഞാൻ പുറത്ത് അല്ലേ? ശരി ആയിക്കോട്ടെ. അമ്മ പോലെ ലാവ്യം അമ്മ. രണ്ടും കൂടി കിന്നൽ ചെയ്യണമെങ്കിൽ താഴത്തോട്ട് വാ. അതേ നിന്നെ അവിടെ ചർച്ചിൽ അന്വേഷിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലാനായിട്ട് പപ്പ പറഞ്ഞു. അത് വിളിക്കാൻ തന്നെ ഇങ്ങോട്ട് വന്നത്. ശരിയാ, അതേ സമയമാകാറായി. വാ. ജെയിന് പറഞ്ഞ വല്ലതും എനിക്കാണെങ്കിൽ പേടിയാവുന്നു. ചേർത്ത് പറഞ്ഞതായിരിക്കും. അവനും ഉണ്ടാവില്ല. ലൂക്കാസിനൊന്നും പറ്റായിരുന്നാൽ മതിയായിരുന്നു. മോളെ ലിയ, നീ അവിടെ എന്താ ആലോചിക്കുക? വായിങ്ങോട്. അമ്മ ഞാൻ വരുന്നു. എന്താ ഹാർട്ട് ഇങ്ങനെ കിടന്ന് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചോദിച്ചിട്ട് കയറുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു. ഇങ്ങനത്തെ ഒരു വേർഡ് ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയാം. ഹായ് ബേബി ഗേൾ.